വിജയകരമായി ഒരിക്കൽ കൂടെ സെർച്ചർ മാർക്ക് 2 INS ഗരുഡയുടെ റൺവേയിൽ നിന്ന് പറന്നുയർന്നു. അരമണിക്കൂറിൽ കൂടുതൽ നീണ്ടുനിന്ന പറക്കലിനു ശേഷം അസ്തമയ സൂര്യനെ സാക്ഷി നിർത്തി ഹർഷാരവത്തിനിടയിലേക്ക് ലാൻഡിംഗ്. 22 വർഷം നീണ്ടുനിന്ന സൈനിക സേവനത്തിന് ഇതോടെ ശുഭപര്യവസാനം. എന്നേക്കുമായി ഇന്ത്യൻ നാവികസേനയിൽ തന്റേതായ അടയാളം അവശേഷിപ്പിച്ചാണ് സെർച്ചർ മാർക്ക് 2 എന്ന ആളില്ലാ വിമാനം സേവനം അവസാനിപ്പിക്കുന്നത്. 18,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന സെർച്ചർ മാർക്ക് 2 തീരത്തും കടലിലും ഒരുപോലെ സൈനിക ഓപ്പറേഷനുകളിലും മറ്റു സേവനങ്ങളിലും പങ്കാളിയായി. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് കത്തിയമർന്നപ്പോൾ തീപിടുത്തത്തിന്റെ ഉറവിടം കണ്ടെത്തിയതും ഇതേ സെർച്ചർ മാർക്ക് 2 തന്നെ. And we utilize these aircraft for maritime reconnaissance, surveillance, and beyond that we also utilize these aircraft very effectively for search and rescue and also humanitarian and disaster relief operations. Recently, when we had a fire here in Brahmapuram, it was this aircraft searcher that broke that shield of smoke to enter and sight the seat of fire. കൊച്ചി നാവിക ആസ്ഥാനത്ത് നടന്ന ഡി-ഇൻഡക്ഷൻ ചടങ്ങിൽ സദേൺ നേവൽ കമാൻഡ് റിയർ അഡ്മിറൽ ഉപൽ കുണ്ടു മുഖ്യാതിഥിയായി. It's a legacy which will not be forgotten, and it has been much more than a machine. It has been a partner in our mission. It has been a silent sentinel who guarded our seas, who ensured that the picture over the sea was complete. 2002 മുതലാണ് സെർച്ചർ മാർക്ക് 2 നാവികസേനയുടെ ഭാഗമാകുന്നത്. പുറത്തുനിന്നുള്ള പ്രത്യേക സ്റ്റേഷനിൽ ഇരുന്നാണ് ഇവയുടെ നിയന്ത്രണം. ആദ്യകാലങ്ങളിൽ തമിഴ്നാട്ടിലെ രാമനാഥപുരത്തും ഗുജറാത്തിലെ പോർബന്തറിലും സെർച്ചർ മാർക്ക് 2 ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് കൊച്ചിയിൽ മാത്രം മതിയെന്ന തീരുമാനത്തിലെത്തി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.